2025 ശബരിമല യാത്രയാണിത്. ഞാനും എൻ്റെ കസിൻ, അതായത് ജ്യേഷ്ഠൻ, അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ ബാബുവേട്ടനും കൂടി ഞങ്ങളാണ് പുറപ്പെട്ടത്. രാത്രിയായിരുന്നു പോയത്. രാത്രി നേരം വിളിക്കുമ്പോൾ കാടാമ്പുഴ എത്തി. 2:30-3 മണിക്ക് കാടാമ്പുഴ കുളിച്ച് തൊഴുതു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അവിടുന്ന് നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾ സാരഥി എന്ന ട്രാവൽസ് ത്രൂ ആണ് പോയത്. സാരഥിയുടെ ബസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. വൈക്കം ശിവക്ഷേത്രത്തിൽ പോയി. ഒരുപാട് ക്ഷേത്രങ്ങൾ, ഇതിനിടയ്ക്ക് ചെറിയ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ചുരുങ്ങിയ വീഡിയോ ആണ്. അങ്ങനെ തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്ത ബസ്സാണ് സാരഥി. വീണ്ടും ഒരുപാട് ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അന്ന് കാലത്ത് കാടാമ്പുഴയിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം അന്ന് ഞങ്ങൾ ഇവിടെ ശബരിമലയിൽ എത്തിയത് രാത്രിയായിരുന്നു. ഈ പേട്ടത്തുള്ളലൊക്കെ കഴിഞ്ഞ് ശബരിമലയിൽ എത്തുമ്പോൾ രാത്രിയായി. ഒരു പ്രത്യേക അനുഭവമാണ് ഈ ഒരു യാത്ര. അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് എല്ലാം കിട്ടി ഞാൻ വീഡിയോ ഉണ്ടാക്കിയതാണ്. കാണുന്ന ഒരു ഭക്തി അന്തരീക്ഷവും ആ പേട്ടത്തുള്ളലിലെ ആവേശവും ഒക്കെ രസമായിരുന്നു. ശബരിമലയിലെത്തി. ഞങ്ങൾ എത്തിയത് വൈകിട്ടാണ്. 3-4 മണിക്ക് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. അതായത് പുറപ്പെട്ട ദിവസത്തിൻ്റെ പിറ്റേ ദിവസം 8 മണിയോടെയാണ് ഞങ്ങൾ ശബരിമലയിൽ എത്തിയത്. 8 മണിയോടെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് ശബരിമലയിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ച. സന്നിധാനത്തിലെത്തിയത് കെട്ടുനിറക്ക് അപ്പവും നെയ്യഭിഷേകത്തിനൊക്കെ വേണ്ടി ചെറിയ റൂം എടുത്തിരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ രാത്രി ജസ്റ്റ് ഒന്ന് തങ്ങാനുള്ളൊന്ന് റിഫ്രഷ് ചെയ്യാനുള്ള. അതുപോലെ അവിടെ തന്നെ നല്ല സന്നിധാനത്തിൻ്റെ അടുത്ത് തന്നെ നല്ല മനോഹരമായ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ തന്നെ സൗകര്യം ഉണ്ടായിരുന്നു. മാലകളും അതുപോലെ തന്നെ ഒരുപാട് അലങ്കാര വസ്തുക്കളൊക്കെ, ദൈവത്തിൻ്റെ പ്രതിമയൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ സന്നിധാനത്തിൽ പോയി. അവിടുന്ന് ഹരിവരാസനം ആ സന്നിധാനത്തിൽ നേരിട്ട് കേൾക്കാനുള്ള ആ ഒരു ഭാഗ്യമുണ്ട്. അത് ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അവിടുന്ന് കേൾക്കുന്നത്. ആ ഭക്തിസാന്ദ്രമായ എല്ലാവരുടെയും ശരണങ്ങളും സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ആ ആരവത്തോടെ ആ ഒരു ഭക്തിയായ ഒരു അന്തരീക്ഷം എടുത്തു പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ആ ഒരു ഭക്തിയിൽ ഞങ്ങളും ഹരിവരാസനം ഏറ്റുപാടിക്കൊണ്ട് അവിടുന്ന് തൊഴുതു. പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ കാലത്ത് പോയി തൊഴുതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് പമ്പയിലേക്ക് പടിയിറങ്ങി പമ്പയിലേക്ക് പോകുന്നത്. പമ്പയിലേക്ക് പോകുന്ന വഴിയാണിത്. അവിടെയും ഒരുപാട് ബസ്സുകൾ, ഒരുപാട് ബസ് അവിടെ ഉണ്ട്. നമ്മളെ ബസ് സാരഥി എവിടെ നിർത്തിയെന്നറിയില്ല. അതിനുശേഷം ഞങ്ങൾ മടക്കം ഗുരുവായൂരും ഇറങ്ങി. ഗുരുവായൂരും തൊഴുതു. ഗുരുവായൂർ കുളത്തിൻ്റെ അടുത്തെല്ലാം പോയി നിന്ന് അതൊക്കെ ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു. തിരിച്ചു വരവ് യാത്രയും ഒക്കെ. ബസ്സിലെ ആൾക്കാരൊക്കെ വളരെ സഹകരണമാണ്. ബസ്സിൽ കോർഡിനേറ്റർ ശ്രീധരനെ എടുത്തു പറയണം. ഞങ്ങൾ യാത്ര ചെയ്ത ഈ ഗ്യാങ്ങാണിത്. ഓക്കെ, താങ്ക് യു.